കൊല്ലത്ത് പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. ബസ്സിനുള്ളിലെ വലിയ തിരക്കിനിടയിലാണ് മന്ത്രിയുടെ തലയിലേക്ക് പായസം അബദ്ധത്തിൽ വീഴുന്നത്. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, എന്താണ് സംഭവിച്ചത്? ഇത് വലിയ രീതിയിൽ പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഇത് അല്പസമയം മുന്നേ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് ചൂട് പായസം വീണത്. പദ്ധതിയുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പായസ വിതരണം നടത്തിയിരുന്നു. തുടർന്ന് ഈ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി പ്രവർത്തകരോടും ഒപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അപ്പോൾ KSRTC ബസ്സിനുള്ളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബസ്സിനുള്ളിലും പായസ വിതരണം നടത്തിയിരുന്നു. അപ്പോൾ പ്രവർത്തകരുടെ കൈതട്ടിയാണ് മന്ത്രിയുടെ ദേഹത്തേക്ക് തലയിലേക്ക് ചൂട് പായസം വീണത്. നല്ല തിളച്ച പായസമാണ് വീണത്. അപ്പോൾ വീണ ഉടൻ തന്നെ മന്ത്രി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ കൊല്ലം മേയറടക്കം അടുത്തുണ്ടായിരുന്നു. ഒരു തൂവാല ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പായസം തുടച്ച് നീക്കുകയൊക്കെ ചെയ്തു. എന്തായാലും മന്ത്രി അങ്ങനെ ചിന്നക്കടയിൽ എത്തിയപ്പോൾ തന്നെ ഈ യാത്ര അവസാനിപ്പിച്ച് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ ചികിത്സ തേടിയോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം എല്ലാവരെയും ഒരു ദുഃഖത്തിലാക്കിയ ഒരു സംഭവം തന്നെയാണ് മന്ത്രിക്ക് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും അല്പസമയം മുന്നേ ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും മന്ത്രിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. സജിത്ത്, തിരക്കിനിടയിലാണ് സംഭവിച്ചത്. അബദ്ധത്തിൽ കൈതട്ടി മന്ത്രിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ചൂട് പായസമായിരുന്നു. സ്വാഭാവിക മന്ത്രി ചാടി ഏൽക്കുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാനാവും. വലിയ തിരക്കാണ്. സംസ്ഥാനമെമ്പാടും ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനമുണ്ട്. UDF-നെ സംബന്ധിച്ച് അതൊരു വലിയ ആവേശ കാഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വലിയൊരു തിരക്ക് ആ ബസ്സുകളിലെല്ലാം ഉണ്ടായിരുന്നു. ആ തിരക്കിനിടയിലാണ് കൊല്ലത്ത് ഇത്തരമൊരു കാര്യം സംഭവിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.